لنا كرة فنتبرأ منهم كما تبرؤوا ولا يهتدون ومثل الذين كفروا كمثل الذي ينعق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون إنما حرم الحمد لله الحمد لله الحمد لله الجواد الكريم اللذيذ الحكيم الذي خلق الإنسان في أحسن تقويم وفطر السماوات والأرض بقدرته ودبر الأمور في الدارين بحكمته وما خلق الجن والإنس إلا لعبادته فالطريق إليه واضح للقاصدين والدليل إليه نائح للناظرين ولكن الله يضل من يشاء ويهدي من يشاء وهو أعلم بالمهتدين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الأمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم فإذا سألتم الله فاسألوه الفردوس فإنها أعلى الجنة فإنها وسط الجنة ومن فوقها عرش الجبار. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. لا من كريم مثلكم للمرتجي في من مضى قبلا ولا في من يجي أنا اللهيف فكربة لي فرجي حيران من ذنبي أصبت عظيما صلوا عليه وسلموا تسليما. സ്നേഹ ബഹുമാനാദവും നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായി സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്ലാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. കരകാണാ കടല് പോലെ കരകവിഞ്ഞൊടുകുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്‌ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ ദിവസമായ ഇന്ന് ലക്ഷ്യം മറന്ന മനുഷ്യൻ എന്ന വിഷയത്തിന്റെ ശീർഷകത്തിന്റെ കീഴിൽ ഇന്നലെ നിർത്തിയെടുത്തു നിന്ന് വീണ്ടും ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും പ്രവർത്തിക്കുവാനും അതുവഴി അല്ലാഹുവിന്റെ സച്ചരിതരും സതീർത്ഥരും സുഹൃതവാന്മാരുമായ ദാസന്മാരുടെ സംഗമസ്ഥാനമായ സ്വർഗത്തിൽ എത്തിച്ചേരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഈ അവസാന ദിവസം നിത്യജീവിതത്തിന് നിതാന്ത വേദനയുടെ നീറുന്ന വിഷമങ്ങളായി, പ്രയാസങ്ങളായി
ദുആ ചെയ്യാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഈ സദസ്സിൽ സദഖകൾ എത്തിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 6666 രൂപയായി, 313 രൂപയായി. ധാരാളം സഹോദരങ്ങൾ അവരവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഈ ദുആയ്ക്ക് പ്രത്യുത്തരം നൽകപ്പെടുമെന്ന് അനുഭവസ്ഥരിലൂടെ തെളിയിക്കപ്പെട്ട ആഗ്രഹത്തോടെ ആയിരക്കണക്കിന് ആളുകൾ ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ ദുആയ്ക്ക് പ്രത്യുത്തരം നൽകപ്പെടുന്ന സദസ്സായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ആദ്യമായി തന്നെ ഇന്ന് ഇൻഷാ അല്ലാഹ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രസംഗത്തിന്റെ ദിവസമല്ല, അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ദേശത്തും വിദേശത്തുമുള്ള ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അല്ലാഹു നൽകിയ കനിഞ്ഞരുളി ഈ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആയുടെ ദിവസമാണിന്ന്. അവസാനം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു പിരിയാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ആദ്യമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ വരും. 313 രൂപയായി ദുആ ചെയ്യാൻ വേണ്ടി 6661 രൂപയായി ആരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം സംഘാടകരുടെ കയ്യിൽ ആദ്യം തന്നെ ഏൽപ്പിക്കുക. ആദ്യം തന്നെ അത് കിട്ടിയാലേ നമുക്കത് വായിച്ച് ഏത് ആവശ്യങ്ങളാണ് എന്ന് ഓർത്ത് നമുക്ക് ദുആ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സംഘാടകരെ ആദ്യം തന്നെ വരും. എല്ലാവരും അത് ആ ബക്കറ്റിൽ കൊടുത്തു വിടുക. 6666 രൂപ ധാരാളം സഹോദരങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നൽകിയ ആളുകൾ അത് സംഘാടകരുടെ കയ്യിലോ സദസ്സിലോ എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കട്ടെ. എന്തായാലും എല്ലാവരും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മുമ്പിലുള്ള കസേരകൾ പൂർത്തിയാക്കിയിരിക്കണം. ആളുകൾ ധാരാളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ആളുകൾക്ക് പുറകിലിരിക്കാനുള്ള സൗകര്യം കൊടുക്കണം. ഒരു കസേര പോലും ഒഴിവായി ഇടരുത്. കാരണം ഈ കസേരയ്ക്ക് വാടക കൊടുത്തിട്ടാണ് സംഘാടകർ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കസേര ഉപയോഗിക്കപ്പെടാതെ ഇരുന്നാൽ അതിൻ്റെ വാടക സംഘാടകർ കൊടുക്കണം. ഉപയോഗിക്കാതെ ഒരു കസേരയ്ക്ക് വാടക കൊടുക്കൽ അത് ളുൽമാണ്. ഇത് ബൈത്തുൽ മാലിൻ്റെ പൈസയാണ്. അതുകൊണ്ട് ആ ളുൽമിന്, അക്രമത്തിന് നമ്മൾ കാരണക്കാരാവരുത്. നമ്മുടെ ഇടയിൽ ഒരു കസേര ഉണ്ടെങ്കിൽ ആ കസേരയിലോട്ട് കയറിയിരിക്കുക. അത് കയറിയിരിക്കാനുള്ള സൗകര്യമില്ലെങ്കിൽ കാലിയായ കസേര എടുത്ത് ബാക്കിലേക്ക് കൊടുക്കുക. കയറിയിരിക്കാൻ സൗകര്യം ഇല്ലാത്തടുത്ത കസേരകളുള്ളൂ. സംഘാടകർ കസേര ഇട്ട് കൊടുക്കി. ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട്. കസേര തികയില്ല. ഏതാണ്ട് 10,000-9,000 കസേരകൾ ഒരു നിരത്തിയിട്ടുണ്ട്. ാകട്ടെ ധാരാളം സഹോദരങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വരുന്ന 19-20 തീയതികളിൽ മാത്തൂര് തിരുനബിയുടെ കുടുംബം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം സഹോദരിമാരുടെ ഒരു വലിയ ആവശ്യമാണ് ഈ കുടുംബജീവിതത്തെക്കുറിച്ചൊന്ന് പറയണം. എല്ലാ ആളുകളും നിസ്കാരത്തഴമ്പുള്ളവർ, നിസ്കരിക്കുന്നവരെ ഭാര്യയോടുള്ള പെരുമാറ്റം വളരെ പ്രശ്നമാണ്. കുറേ സഹോദരിമാർ എന്നോട് ഉസ്താദ് പള്ളിയിലെ കാര്യത്തിൽ മൂപ്പിലാ മുമ്പിലാ, എൻ്റെ കാര്യത്തിൽ മാത്രം പുറവില്ല. അപ്പോൾ കുറേ നാൾ കൊണ്ട് എൻ്റെ വാത് കേൾക്കാൻ ധാരാളം സഹോദരിമാരെത്താറുണ്ട്. വണ്ടി വിളിച്ചൊക്കെ വരുന്ന ഒത്തിരി സഹോദരിമാരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ഭാര്യ ഭർത്തൃ ജീവിതം ഈ റബീഉൽ അവ്വലിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബജീവിതം 2 ദിവസത്തെ പ്രസംഗമുണ്ട്. ആദ്യത്തെ ദിവസം തിരുനബിയുടെ കുടുംബം, തിരുനബിയും ആയിഷയും റളിയല്ലാഹു അൻഹ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം. 2ാമത്തെ ദിവസം 20-ാം തീയതി ഇൻഷാ അല്ലാഹ് തിരുനബിയും ഫാത്തിമയും, വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം. 2 പ്രധാനപ്പെട്ട വിഷയം. മാത്തൂർ പ്രസംഗിക്കുന്നുണ്ട്. അവർ സ്റ്റേജൊക്കെ കെട്ടി. പക്ഷെ ഇന്നലെ വന്ന ആളുകളെ കണ്ടപ്പോൾ അവർ ആ സ്റ്റേജ് മാറ്റി.
ഇന്ന് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ അവിടെ വന്ന ആളുകൾ ഉൾക്കൊള്ളൂല, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റേജ് മാറ്റി. ആദ്യമായിട്ട് ഞങ്ങളുടെ സലാത്ത് വാർഷികത്തിൻ്റെ സ്റ്റേജ് മാറ്റുകയാണ്. അള്ളാഹു ഈ ജനക്കൂട്ടത്തെ നിലനിർത്തി തരട്ടെ, അത്രേ എൻ്റെ ദുആയുള്ളൂ. ഇപ്പം കൂട്ടമൊക്കെ ഉണ്ടാവും, അള്ളാഹു ഇത് വേർപെട്ട് പോകാതെ അള്ളാഹു നിലനിർത്തി തരട്ടെ. കാരണം പലരും ഡേറ്റ് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഉസ്താദെ ഡേറ്റ് ഇല്ല, റമദാൻ കഴിയണം. അപ്പോൾ ഉസ്താദെ അത് പറ്റൂല. വെച്ചാൽ അതെന്താ, നമ്മുടെ പാടത്തപ്പോൾ കൃഷി ഇറക്കി കഴിയും. ബക്കറ്റ് കൊണ്ട് പൊക്കോളി പെട്ടെന്ന്. 313 രൂപ 6666 കൊണ്ടുവന്നവരല്ലാത്തൊക്കെ നേർച്ചയാക്കി കൊണ്ടുവന്നവർ അതിനകത്തേക്ക് പെട്ടെന്ന് ഇടി. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബക്കറ്റ് ഉണ്ടാവില്ല. ആദ്യമേ കിട്ടിയാലേ നമുക്കത് എന്താണെന്നൊക്കെ അറിഞ്ഞ് ചെയ്യാൻ പറ്റും. എന്തുവാ മോനെ അത്? എന്തുവാ? സമദാനി സാഹിബിൻ്റെ വാദിൻ്റെ. ഞാനോർത്തി നോട്ടീസ് കൊടുക്കൽ വലിയ പ്രശ്നമാണ് നമ്മുടെ ഉമ്മത്തിൽ. ആള് ചെറുതാണ്ട് കാണാൻ പറ്റും. സമദാനി സാഹിബിൻ്റെ പ്രസംഗം എവിടെയാ? എത്രാം തീയതി? 20-ാം തീയതി. എല്ലാവരും പോയി പങ്കെടുക്കും. ആവശ്യങ്ങളുമായി ആഗ്രഹങ്ങളുമായി ഈ സദസ്സിന്റെ ദുആയിലേക്ക് എത്തിച്ചേർന്ന് നൂറുകണക്കിന് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ന് ഇവിടെ നിന്നിറങ്ങുമ്പോൾ എല്ലാവിധ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിന്റെ ദുആ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഈ സദസ്സിന്റെ സംഘാടകരായി മാസങ്ങളോളം ഉറക്കമളച്ചു ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഇതിനുവേണ്ടി എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ പരസ്യങ്ങൾ, ഇതിന്റെ നോട്ടീസുകൾ ഈ സദസ്സിന്റെ പ്രവേശന കവാടത്തിൽ വെച്ചിരിക്കുന്ന മനോഹരമായ കവാടം തിരൂരിലെ സിംബിൾസ് എന്ന സ്ഥാപനത്തിൻ്റെതാണ്. അള്ളാഹു അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അള്ളാഹു ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. തുടങ്ങാം. മോനെ പോക്കറ്റ് പെട്ടെന്ന്. എൻ്റെ ഇടയിൽ ഒരു ഞാനീ തുടങ്ങാത്ത എന്തുകൊണ്ടാണ് അറിയാം, എൻ്റെ ഇടയിൽ ഒരു ഇതുണ്ടായാൽ പിന്നെ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ മാറും. പ്രസംഗത്തിലെ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് സദസ്സ്, മറ്റൊന്ന് നമ്മുടെ മാനസിക നില. പ്രസംഗിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയും ശരിയാവണം. വല്ലാത്ത ടെൻഷനുള്ള സമയത്താണ് വളരെ ശരിയാവില്ല. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സാധാരണ വിചാരിക്കും കബീർ ഉസ്താദിന് എന്താ വിഷമം, എന്ന് എല്ലാവരും ചിന്തിക്കും. അത് അവനവൻ്റെ കാര്യത്തിലേക്ക് അടുക്കുമ്പോഴേ വിഷമങ്ങൾ. സാധാരണ സ്ത്രീകളൊക്കെ, സഹോദരിമാരൊക്കെ പലരും പരിചയമുള്ളവർ പറയാറുണ്ട്, ഉസ്താദിൻ്റെ ഭാര്യ എന്ത് വലിയ ഭാഗ്യവതിയാണ്. എൻ്റെ കാരോട് പറയാറുണ്ട്, ഈ കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്ക് ഭാര്യയോടുണ്ടാകുന്ന കടപ്പാടുകളൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങോട്ട് പറയുമ്പോൾ ആ പെണ്ണുങ്ങൾ ചിന്തിക്കും, കബീർ ഉസ്താദിൻ്റെ ഭാര്യ എന്ത് ഭാഗ്യവതിയാണ്, അവളോട് ചോദിച്ചാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർക്കും അവർ സഹോദരങ്ങളെ ഈ സുന്ദരമായ പശ തേച്ച, നല്ല വടിവത്ത് തേച്ച് വെച്ച, നല്ല വീതിയുള്ള കരയുള്ള ഈ വെള്ളമുണ്ടും ഈ വെള്ള ഷർട്ടും ഒക്കെ യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മൂടിവെക്കാനുള്ള മൂടുപടമാണ്. ഈ നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും വെളിയിൽ കാണുന്ന ഈ വെള്ള വസ്ത്രവും ഈ സുന്ദരമായ വസ്ത്രധാരണം, ഈ കാണുന്ന എത്രയോ ആളുകളുണ്ട്, ആ വസ്ത്രധാരണം ഹൃദയത്തിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളെ മൂടിവെക്കാനുള്ള വെറും ഒരടയാളം മാത്രം. ആ ചിരിക്കുന്ന മുഖത്തിൻ്റെ ഇടയിലുമുണ്ട് കരഞ്ഞാലും തീരാത്ത 1000 പ്രയാസം. പിന്നെ ആരോടും പറയാതെ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ നടക്കുക, അത് ആരും അറിയാതിരിക്കാനുള്ള ഒരു മാനദണ്ഡം ഏതാ? അത് നമ്മുടെ ഈ വസ്ത്രമാണ്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, ഒരു അപരിചിതമായ നാട്ടിൽ പോയ ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അയാളുടെ നല്ല വസ്ത്രം, നല്ല ചെരുപ്പ്, മുഖം നന്നായിട്ട് തലമുടി